ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. അതിനുശേഷം നിങ്ങളുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഫസ്റ്റ് എനർജി വരുന്നത് ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളായിരിക്കാം. അവരുടെ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം തേർഡ് പാർട്ടി. നിങ്ങളൊരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിരിക്കും നിങ്ങളോട് ഇവർക്കുള്ളത്. നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയായിരിക്കാം ഈ ഒരു റീഡിംഗ് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടോ ആണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ തന്നെ കുടുംബമാണ്, നിങ്ങളുടെയോ അവരുടെയോ കുടുംബമാണ്. ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കോടതിയിൽ എന്തോ കേസാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്, കാർമിക്കായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ റിലീസായാലേ നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല. നിങ്ങൾ ആഗ്രഹിച്ചാലോ അവരാഗ്രഹിച്ചാലോ നിങ്ങൾക്ക് ഒന്നാവും. പക്ഷേ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു എന്തോ ഇത് തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഒന്നാവും. പക്ഷേ എന്തോ ഒരു ഇത് അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരിക്കാം. അവർ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് തന്ന് നിങ്ങളെ വീണ്ടും സ്റ്റക്ക് സിറ്റുവേഷനിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതെ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യാം, അതിനു വേണ്ടി ആക്ഷൻ എടുക്കാം. പക്ഷെ അവർ എന്തോ നീട്ടി കൊണ്ടുപോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി ഭയങ്കര കൺട്രോളിങ്ങും മാനിപ്പുലേറ്റിങ്ങും ഡൊമിനേറ്റിങ്ങുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ വാക്കുകൾ കേട്ടേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ചില സമയം നിങ്ങളുടെ പേഴ്സണ് അറിയാൻ പറ്റുന്നു ഈ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ് എന്ന് ചില സമയം നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നു. കാരണം തേർഡ് പാർട്ടിക്ക് അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല സമയത്തും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ ശ്രമിച്ചു. പക്ഷേ ഇവരെ കൊണ്ടായില്ല. ഇവർ വീണ്ടും ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ തന്നെ ഇരുന്നു. കാരണം നിങ്ങളെക്കാട്ടി സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഉള്ളത്. കാരണം നിങ്ങളുടെ പ്രപ്പോസൽ ഈ ഒരു തേർഡ് പാർട്ടി കാരണം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരുവാനും സാധിക്കുന്നില്ല, നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരുവാൻ നോക്കുന്നു, അത്രത്തോളം തേർഡ് പാർട്ടി ഇവരുടെ മേൽ ഡൊമിനൻസ് കാണിക്കുന്നു, ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ. കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കി അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാനോ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരുവാൻ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കത്തില്ല, കുറച്ച് സമയം എടുക്കും. കാരണം ഇവിടെ ശനി ഭഗവാന്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ശനി ഭഗവാൻ കർമ്മഫല ദാതാവാണ്. നമ്മൾ എന്താണോ കർമ്മം ആ വ്യക്തിയുമായിട്ട് ചെയ്ത ആ കർമ്മം പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു ബലം അനുഭവിച്ചിട്ടേ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കർമ്മം കൊണ്ടുള്ള അടുപ്പം ഉണ്ടാവും. ആ ഒരു കർമ്മഫലം അനുഭവിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ കാർമിക് പാർട്ട്ണർ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. കാർമിക് സിറ്റുവേഷനല്ലേ നിങ്ങളെ തമ്മിൽ ഒന്നാവാതെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ എന്താ ചിന്തിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് എനർജി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ആകർഷണം അവർക്ക് ഉണ്ട്. ഫിസിക്കൽ ലെവലിലായാലും ഇമോഷണൽ ലെവലിലായാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിട്ട് നിങ്ങളോടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതേപോലെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും നിങ്ങളുടെ പേഴ്സണുണ്ട്. ഇതുകൂടാതെ ഇവർക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് ദൂരെ പോകാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളിൽ നിന്ന് ദൂരെ പോയാലും നിങ്ങളെപ്പോഴും ഇവരുടെ കൂടെയുണ്ട് എന്നുള്ള തോന്നലാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഇവർ എപ്പോഴും പ്ലാൻ ചെയ്യുന്നു, അടുത്ത് പോയിട്ട് എന്താണ് സംസാരിക്കുക, എങ്ങനെയാണ് ആദ്യം തുടങ്ങുക, എന്ത് പറഞ്ഞാണ് തുടങ്ങുക, അങ്ങനെയൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യുന്നു ഇവർ. ചില സമയം ഇവർ ചില ഹായ് ഹലോ മെസ്സേജും നിങ്ങൾക്ക് തരാറുണ്ട്.
അതായത് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണ്, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇവർ ചെയ്യാറുണ്ട്. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റി തരുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ വീണ്ടും നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തതുപോലെ പിറകിലോട്ട് വലിയും ഇവർ. ചില സമയം വന്ന് നിങ്ങളോട് ഹായ് ഹലോ പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങളെ സമാധാനിപ്പിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തന്നിട്ട് വീണ്ടും ഇവർ മൂവ് ഓൺ ചെയ്യും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഓൺ ഓഫ് സിറ്റുവേഷനിൽ വളരെയധികം വിഷമിക്കുന്നുണ്ട്. കാരണം കുറച്ച് സമയം നേരെയും കുറച്ച് സമയം വീണ്ടും പിണങ്ങും, അങ്ങനെയുള്ള സിറ്റുവേഷൻ. അപ്പോൾ പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എപ്പോഴായാലും എൻ്റെ പേഴ്സൺ എന്നെ തന്നെ മാരേജ് ചെയ്യും, എൻ്റെ പേഴ്സണ് ഞാനല്ല വേറെ ആരുമില്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ എത്രത്തോളം പ്രിഷ്യസ് ആണ് അവരുടെ ലൈഫിൽ എന്നുള്ള കാര്യം അവർ നിങ്ങളോട് പറയുന്നു, ഫീൽ ആക്കുന്നു. നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള അവരുടെ ആ ഒരു സ്നേഹം ഫീൽ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പേഴ്സണ് വേറെ ആരുമില്ല, അവർക്ക് എന്നെ മാത്രമാണ് സ്നേഹം, ഉറപ്പായിട്ടും എൻ്റെ പേഴ്സൺ എന്നെ മാരേജ് ചെയ്യും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരു ഫ്രണ്ട് മാത്രമല്ല, ഫ്രണ്ടിനും മോർ ദാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലൂടെ പരിചയപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾ ഇവരുടെ ഫ്രണ്ട് മാത്രമല്ല, അതിനും അപ്പുറമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് പല പ്രാവശ്യവും തോന്നിയത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബന്ധം എന്തുമായിക്കൊള്ളട്ടെ, ഓരോ സ്റ്റേജിലും ഇവർ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഫ്രണ്ട്ഷിപ്പിനും കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളും അവരുമായിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേജിൽ ഇവർ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ മാരേജിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു, മാരേജിനെ കുറിച്ച്, കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച്, സ്റ്റെബിലിറ്റിയെ കുറിച്ച് എല്ലാം ചിന്തിക്കുന്നു. ഇവർക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഉണ്ടായതാണ്, ഇവർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായതാണ് എന്നാണ് ഇവർക്ക് എപ്പോഴും തോന്നുന്നത്. കൂടാതെ നിങ്ങൾ തമ്മിൽ എപ്പോഴായാലും ഒന്നാകും, അതിനെ ആർക്കും തടയാൻ സാധിക്കത്തില്ല എന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുക മാത്രമല്ല, ഒത്തിരി കെയറും ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങളെ. ഇവർക്കറിയാം സമയം ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവർക്ക് ആഗ്രഹിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ ഒന്നാവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഇവർക്കറിയാം. പക്ഷേ വരാൻ പോകുന്ന സമയം യൂണിയൻ ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ പേഴ്സണുണ്ട്. അതിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ്. ഇനി എപ്പോഴാണ് ഈ ഒരു യൂണിയൻ ഉണ്ടാവുക? അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്മിറ്റ്മെൻ്റ് ഒന്നും ലഭിച്ചിട്ടില്ല, യൂണിയൻ ആയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ എപ്പോഴാണ് നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവുക എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പെർമനൻ്റ് യൂണിയൻ എപ്പോൾ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ 9 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, 9/11. അപ്പോൾ ഉറപ്പായിട്ടും യൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ദൂരെയാണ് എങ്കിൽ നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുവോ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും വിഷമിക്കുന്നുണ്ട്. ഇവർ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ന്യായം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ഇവർ. ഡിവൈനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഈ ഒരു വിഷമം മാറ്റിത്തരണം, നമ്മൾ അനുഭവിക്കുന്നത് പോലെ വേറെ ആരും ഇങ്ങനെ അനുഭവിക്കരുത് എന്നാണ് എപ്പോഴും ഡിവൈനോട് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരുടെ വിഷമം കാണിക്കത്തില്ല. ഇവരുടെ ഉള്ളിൽ ഇത്രമാത്രം വിഷമമുണ്ട് നിങ്ങളില്ലാത്ത ഇത് കൊണ്ട് തന്നെ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ ഇതൊന്നും കാണിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ 9 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മിനിമം 9 അവേഴ്സ്, മാക്സിമം 9 ദിവസത്തിനുള്ളിൽ ഒരു മാസീവായിട്ടുള്ള യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും, സ്റ്റാൻഡ് എടുക്കും എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇന്നൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.